നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. IPLൻ്റെ രണ്ടാം ദിവസത്തെ തീപ്പൊരി പോരാട്ടം മുംബൈ ഇന്ത്യൻസും KKRും തമ്മിൽ ഇന്ന് മുംബൈയിൽ വെച്ചിട്ട് രാത്രി ഇന്ത്യൻ സമയം 7:30 ഏറ്റുമുട്ടുകയാണ്. മുംബൈയുടെ സ്ക്വാഡിലെ കുറേ കാര്യങ്ങൾ ആരാധകർക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അതായത് ബൂംറ കളിക്കുമോ, സാന്നറും വിൽ ജാക്സും എന്താണ് സ്ഥിതി, ഹാർദിക്കും സൂര്യയും ഒരുമിച്ച് ടീമിലുണ്ടാകുമ്പോൾ അത് എത്രത്തോളം നല്ല രൂപത്തിൽ മുന്നോട്ട് പോകും, ക്യാപ്റ്റൻസിയുടെ കാര്യം, രോഹിത്തിൻ്റെ ഫോം എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. എല്ലാറ്റിനും മറുപടി ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അവരുടെ കോച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. മഹിള ജയവർദ്ധന പറയുന്നു, ആദ്യ മത്സരം വിജയിക്കുക എന്നുള്ളത് ആ ഒരു പ്രശ്നം, വിജയിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു എലഫൻ്റ് ഇൻ ദി റൂമാണ്. എലഫൻ്റ് ഇൻ ദി റൂം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എല്ലാവർക്കും അറിയാവുന്നു, എല്ലാവരും സംസാരിക്കാൻ പക്ഷെ മടിക്കുന്നതുമായിട്ടുള്ള കാര്യം അതിൻ്റെ അർത്ഥമുള്ള ആ ഒരു പ്രയോഗത്തിന്. അപ്പോൾ അതാണ് അദ്ദേഹം പറയുന്നത്, ഇത് ഒരു എലഫൻ്റ് ഇൻ ദി റൂമാണ്. ഹോപ്പ്ഫുള്ളി വി ക്യാൻ ബ്രേക്ക് ദി ഹൂഡോ, നമുക്ക് ആ ഒരു ശാപം മറികടക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുകയാണ് എന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് അദ്ദേഹം വിശദീകരിച്ച് പറയുന്നുണ്ട് ജസ്പ്രീത് ബൂംറയുടെ കാര്യം. ബൂംറ ഈസ് ബാക്ക് വിത്ത് ദി സ്ക്വാഡ്, ഹീ ഈസ് അവൈലബിൾ ഫോർ ദി ഗെയിം. മഹിള ജയവർദ്ധനെ കൃത്യമായിട്ട് പറയുന്നു. ബൂംറ കഴിഞ്ഞ ദിവസം മുംബൈ ഇന്ത്യൻസിൻ്റെ സ്ക്വാഡിനോട് ജോയിൻ ചെയ്തിരുന്നു, അതിൻ്റെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. അപ്പോൾ ജയവർദ്ധന അത് കൺഫേം ചെയ്യുകയാണ്, ബൂംറ ഇന്ന് കളിക്കും. പലരും പലതും പടച്ചു വിട്ടിരുന്നു. അപ്പോഴേ നമ്മൾ പറഞ്ഞിരുന്നു അത് പരിക്കിൻ്റെ പ്രശ്നമൊന്നുമില്ല, അദ്ദേഹം തൻ്റെ വർക്ക് ലോഡ് മാനേജ്മെൻറ്റ് മറ്റു കാര്യങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് COEയിൽ പോയതാണ്. അല്ലാതെ അപ്പോഴേക്കും ബൂംറയ്ക്ക് പരിക്ക് ഇതാ മുംബൈ ആശങ്കയിൽ എന്നൊക്കെ പറഞ്ഞ് പരത്താൻ പലരും ഉണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല, അദ്ദേഹം ഇന്ന് കളിക്കുമെന്ന് ജയവർദ്ധന തന്നെ അത് സ്ഥിരീകരിക്കുകയാണ്. പിന്നെ ഹാർദിക് സൂര്യ രണ്ടുപേരും ഒരുമിച്ച് സ്ക്വാഡിൽ. അപ്പോൾ ഇന്ത്യയുടെ ക്യാപ്റ്റനാണ് സൂര്യ. ഹാർദിക് പക്ഷേ മുംബൈയുടെ ക്യാപ്റ്റനായിട്ട് വരുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രേറ്റ് ടു ഹാവ് ദാറ്റ് എക്സ്പീരിയൻസ്. ആ ഒരു എക്സ്പീരിയൻസ് സ്ക്വാഡിൽ ഇങ്ങനെയുള്ള രണ്ട് മികച്ച താരങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് നല്ലതാണ് എന്നാണ് പറഞ്ഞത്. അതേസമയം വിൽ ജാക്സിൻ്റെ കാര്യത്തിലും അതുപോലെ സാന്നറുടെ കാര്യത്തിലും അദ്ദേഹം പറയുന്നത് പ്രതി സൂൺ അവർ സ്ക്വാഡിൽ ജോയിൻ ചെയ്യുമെന്നാണ്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിന് അവർ രണ്ടുപേരും അവൈലബിൾ അല്ല. മിച്ചൽ സാന്നർ ആൻഡ് വിൽ ജാക്സ് വിൽ ജോയിൻ ദി സ്ക്വാഡ് പ്രതി സൂൺ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സോ രണ്ട് പ്രധാനപ്പെട്ട താരങ്ങളില്ലാതെയാണ് ഇന്ന് മുംബൈ ഇന്ത്യൻസ് കളിക്കാൻ ഇറങ്ങുന്നത് എന്നർത്ഥം. അതോടൊപ്പം തന്നെ അദ്ദേഹം രോഹിത് ശർമ്മയുടെ കാര്യം പറയുന്നുണ്ട്. രോഹിത്തിൻ്റെ കാര്യത്തിൽ രോഹിത്ത് നെറ്റ്സിൽ മികച്ച രൂപത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഐ എം വെരി സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് ഐ ഹാവ് സീൻ ഓഫ് രോഹിത് അറ്റ് ദി നെറ്റ്സ്. അദ്ദേഹത്തിൻ്റെ ഹാൻഡ് ഐ കോർഡിനേഷൻ, ടെക്നിക്ക്, എല്ലാറ്റിനൊപ്പുറം അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് എല്ലാം വളരെ മികച്ചതാണ്, ടീമിന് വളരെയധികം ഗുണം ചെയ്യും എന്ന് തന്നെ മഹിള ജയവർദ്ധന പറയുന്നു. ഒപ്പം വർക്ക് ലോഡ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ അത് ഗെയിം ബൈ ഗെയിമായിട്ടാണ് എടുക്കുന്നത് എന്നുകൂടി അദ്ദേഹം പറയുന്നു. സോ ഒരുപാട് മത്സരങ്ങൾ വരുന്നുണ്ട്, അപ്പോൾ അതനുസരിച്ച് ടീമിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. ഗെയിം ബൈ ഗെയിമായിട്ട് കാര്യങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നു എന്നാണ് ഇപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നത്. ഏതായാലും കാര്യം വളരെ വ്യക്തമാണ്. ജസ്പ്രീത് ബൂംറ സ്ക്വാഡിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്, അദ്ദേഹം ഇന്നത്തെ മത്സരത്തിൽ കളിക്കും. എന്നാൽ രോഹിത് ശർമ്മ മിന്നും ഫോമിലാണ് അദ്ദേഹത്തിൻ്റെ നെറ്റ്സിലെ പ്രകടനത്തിലുള്ളത്. ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു സെറ്റ് ബാക്ക് എന്നൊക്കെ പറയാവുന്നത് രണ്ട് നല്ല ഫോമിലുള്ള കളിക്കാർ. വിൽ ജാക്സ് വേൾഡ് കപ്പിൽ പൊളിച്ചടുക്കിയ പ്രകടനം നടത്തിയ താരമാണ്. സാന്നറും അതുപോലെ തന്നെ. സാന്നർ ഇപ്പോൾ ബോൾ കൊണ്ട് മാത്രമല്ല ബാറ്റ് കൊണ്ടും വളരെ മികച്ച രൂപത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹവുമില്ല. എന്തുകൊണ്ട് ഇവരില്ല എന്നുള്ളതിൻ്റെ വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. മിച്ച് ആൻഡ് ജാക്സി ബോത്ത് ആസ്ക്ഡ് ഫോർ എ സ്ലൈറ്റ്ലി എക്സ്റ്റെൻഡഡ് ടൈം ഫോർ പേഴ്സണൽ റീസൺസ് എന്നാണ് ഇന്നലെ ജയവർദ്ധന പറഞ്ഞത്. രണ്ടുപേരും പേഴ്സണൽ റീസൺ കാരണം അവർ കുറച്ച് സമയം ഫാമിലിയുമായിട്ടൊക്കെ സ്പെൻഡ് ചെയ്യാനായിരിക്കണം. അപ്പോൾ അതിനുശേഷം സ്ക്വാഡിന് ജോയിൻ ചെയ്യാമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളതെന്ന് കൃത്യമായി പറയുന്നു. ബട്ട് ദേ വിൽ ജോയിൻ ദി ടീം പ്രതി സൂൺ എന്നാണ് കോച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കാര്യം വളരെ വ്യക്തമാണ്. ഈ രണ്ട് സുപ്രധാന താരങ്ങളില്ലാതെയാണ് അവർ കളിക്കുന്നത്. എന്ന് മടങ്ങി വരും ഇവർ എന്ന കാര്യത്തിലും ഉറപ്പില്ല. ഏതായാലും സ്ക്വാഡിലേക്ക് അവർ ഉടൻ തന്നെ എത്തുമെന്ന് കരുതാം. ഇന്ന് പക്ഷേ രോഹിത്തും സൂര്യയും ഹാർദിക്കും ബൂംറയും ഒക്കെ അവൈലബിളാണ്. അവരെല്ലാവരും കൂടി ചേർന്ന് KKRനെ പഞ്ഞിക്കിടുമെന്ന പ്രതീക്ഷയിൽ മുംബൈയുടെ ആരാധകരും കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.